വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. വെൽക്കം ടു യു ആൾ ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 27-ാം തീയതി ഡിസംബർ മാസം 2024 രാവിലെ 8 മണിക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലേ. ഈ ഗ്യാപ്പ് കണ്ടോ, ഇന്നലെ ക്ലോസ് ചെയ്തപ്പോൾ ഈ മുകളിൽ കാണുന്നില്ല, കണ്ടിന്യൂവേഷൻ ഫീച്ചറാണ് നിഫ്റ്റിയുടെ രണ്ടാമത്തത് കാണുന്നത്. ആദ്യം കാണുന്നത് നിഫ്റ്റിയുടെ സ്പോട്ടാണ് 23,750.20, 23,750.20. സോ ഇതാണ് NSE പറയുന്നത്. NSE പറയുന്നത് അവിടെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അത് ഫോളോ ചെയ്തേ പറ്റൂ. വെരി ബേസിക്കാണ്. ഈ ബേസിക് നമ്മൾ മനസ്സിലാക്കി അത് എങ്ങനെയാണ് പ്രീമിയം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇതെങ്ങനെയാണ് വർക്കാകുന്നത്, ഇതെങ്ങനെയാണ് സീറോയിൽ അവർ കൊണ്ടുവന്ന് എത്തിക്കുന്നത്, മനസ്സിലായില്ലേ? ഇത് റെഗുലറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്ത് നിങ്ങൾ കാണുന്ന യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡയറിയും പേനയൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെച്ച്, അത് പിന്നെ എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ നോട്ട് ചെയ്ത് മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം ഇത് ഒബ്സർവേഷൻ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറായിട്ട് ലോങ് ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതിന് റിട്ടയർമെൻ്റ് ഇല്ല. ട്രേഡറിനെ സംബന്ധിച്ചും റിട്ടയർമെൻ്റ് ഇല്ല. 80 വയസ്സിനും 90 വയസ്സിനും കൂടെ നമുക്ക് ട്രേഡിങ്ങിൽ കൂടെ നമുക്ക് പൈസ ഏൺ ചെയ്യാവുന്നതാണ്. ഇന്നലെ വേറൊരു കാര്യം, ഒരു 12 മണിയാകുമ്പോൾ ഒരു ലൈവ് ഒബ്സർവേഷൻ നിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. എന്നിട്ട് ഒരു ഏരിയ ചാർട്ടിൽ ഒരു 3-4 ഏരിയ പറഞ്ഞിരുന്നു. ഈ ഏരിയക്കകത്ത് ഓപ്ഷൻ സെല്ലേഴ്സ് കൺട്രോൾ എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല സംഭവിച്ചത്, അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ലൈവ് ഒബ്സർവേഷൻ്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ പോസ്റ്റ് ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇന്നലെ ഈ ഓപ്ഷൻ സെല്ലറിന് പണി കിട്ടി. കാര്യത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഇവർ ഈ ഏരിയയിൽ ഇരുന്ന് കളിക്കുന്നതാണ്. ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ അവർ കംഫർട്ടബിളായിട്ടിരിക്കും. ഇന്നലെ സെബി തന്നെ പ്രതീക്ഷിക്കാതെ ഒരു സ്പൈക്ക് നിഫ്റ്റിയിൽ ഒരു തപേന്ന് താഴെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് റിട്ടേൺ ആയി. അത് ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലോസിലോട്ട് കൊണ്ടുപോയി കാണും. സെബി ഈ റൂളൊക്കെ കൊണ്ടുവന്നത്, അതായത് ഈ ഓപ്ഷൻ ഇനി ഈ ലാട്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് വീക്കിലി കോൺട്രാക്റ്റിന് മന്ത്ലി കൊണ്ടുവന്നത്, ഇതൊക്കെ സെബി കൊണ്ടുവന്നത് നിറച്ച ഓപ്ഷൻ ബയറിന് അല്ലെങ്കിൽ നിറച്ച ആൾക്കാർക്ക് ലോസ് വരുന്നുണ്ട്, അതായത് ഇതേപോലെ സ്പൈക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് സെബി ഈ റൂള് കൊണ്ടുവന്നത്. ഇന്നലെ ഓപ്ഷൻ സെല്ലറിന് പണി കിട്ടുകയും ചെയ്തു. ഓപ്ഷൻ ബയറിനെ കുറിച്ച് യാതൊരു പ്രോബ്ലം ഇല്ല ഇന്നലെ. പക്ഷേ ഇന്നലെ നിഫ്റ്റിയിൽ ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്കാർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് പോകാം. നിഫ്റ്റി സ്പോട്ട് ഇന്നലെ ക്ലോസ് ചെയ്ത് 23,750 കണ്ടിന്യൂവേഷൻ ചാർട്ട് നമ്മൾ ഇന്ന് നോക്കുന്നില്ല. ഇന്നൊരു ദിവസം നമ്മൾ എന്താ നോക്കുകയെന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ ജാനുവരി കോൺട്രാക്റ്റ് ഇരിക്കുന്നത് 23,919.75 ഇരിക്കുന്നത്. സോ ഒരു 170 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് തുടങ്ങി. പുതിയ കോൺട്രാക്റ്റ് വന്നപ്പോൾ അവർ ഡിഫറൻസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിന് റോൾ ഓവർ എന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷേ നമ്മൾ അതൊന്നും നോക്കണ്ട, നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ. സോ 160 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇതിനകത്ത് 170 പോയിൻറ്റ് ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ലെവൽസ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ. ഫ്യൂച്ചറിൽ ഇതൊക്കെയാണ് ലെവൽസ്. ഓക്കെ, ഈ ലെവൽസ് നോക്കുക, ഇതെങ്ങനെ ട്രേഡ് എടുക്കണമെന്നറിയാം. പോയിൻ്റ് ഓഫ് കൺട്രോൾ നമുക്ക് ഇന്ന് വരുന്നത് 190-നും 195-നും ഇടയ്ക്ക്. ആ ലെവൽ പോയിൻ്റ് ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ 185 മുതൽ 195 വരെ നോക്കാവുന്നതാണ്. ഇതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് നോക്കുക. ഇത് നോക്കിയിട്ട് എങ്ങനെയാണോ വർക്കാകുന്നത് അതിനനുസരിച്ച് ട്രേഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് സ്പോട്ട് 51,170, ഫ്യൂച്ചർ 51,575. സോ ഏറെക്കുറെ ഒരു 490-500 അടുപ്പിച്ചുള്ള പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ബാങ്ക് നിഫ്റ്റി സ്പോട്ടിനും. കണ്ടിന്യൂവേഷൻ ചാർട്ട് ഇന്ന് മുതൽ നമ്മൾ നോക്കും. ഇന്നലെ ജാനുവരി കോൺട്രാക്റ്റ് നോക്കിയെന്നുള്ളൂ. ഇന്ന് മുതൽ നമ്മൾ കണ്ടിന്യൂവേഷൻ ചാർട്ട് തന്നെ നോക്കി തുടങ്ങും. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു 930 പോയിൻ്റ് ഓഫ് കൺട്രോള്. കാരണം അത് മന്ത്ലി കോൺട്രാക്റ്റ് ആയതുകൊണ്ട് പ്രീമിയമൊക്കെ വളരെ കൂടുതലാണ്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ലെവലിൽ വരുമ്പോൾ ആ ലെവലിലുള്ള സ്ട്രൈക്ക് പ്രൈസ് സിയും പിയും എങ്ങനെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എടുക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ എടുക്കുക. നല്ലൊരു സക്സസ്ഫുൾ വെള്ളിയാഴ്ച നേരുന്നു. ഹാപ്പി വീക്കെൻഡ് ടു യു ആൾ. എല്ലാവർക്കും നിറച്ച് പ്രോഫിറ്റുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.
കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.